ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. നമ്മൾക്ക് ഇന്ന് സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു 10 സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ ഈ 10 സ്ത്രീകളിലും നമുക്കിത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലെ. നമ്മുടെ സ്ത്രീകളിൽ ഓവറിയിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ്. അത് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ നമുക്ക് PCOD ഉള്ള ആൾക്കാരാകുമ്പോൾ നമ്മുടെ പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും. നമുക്കൊരു 3 months 4 months കൂടുമ്പോഴൊക്കെ പീരീഡ്സ് ഉണ്ടാവാറുള്ളൂ. അതേപോലെ തന്നെ ഈ PCOD ഉണ്ടാവുന്നതിലൂടെ നമ്മുടെ ബോഡി വെയിറ്റ് കൂടുതലായിട്ട് ഗെയിനിങ് ആവും. നമ്മുടെ മുഖത്തൊക്കെ അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാവും, പിമ്പിൾസ് ഉണ്ടാവും, നമ്മുടെ കഴുത്തിന് ചുറ്റും ഒരു ഡാർക്ക് സർക്കിൾ പോലെ നമുക്ക് കാണപ്പെടും. പിന്നെ നമുക്ക് ഈ ഒരു PCOD ഉണ്ടാവുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവൽ കൂടും, ബ്ലഡ് ഷുഗർ ലെവൽ കൂടും, കൊളസ്ട്രോൾ ലെവൽ കൂടും. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ബോഡി മൊത്തത്തിൽ ചേഞ്ച് ആവും, നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഈ ഒരു PCOD നിന്ന് ഓവർകം ചെയ്യാന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ PCOD നിന്ന് പൂർണ്ണമായിട്ട് നമുക്കൊരു മോചനം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, PCODയും PCOSും ഉള്ളേ? അതെ, PCOD എന്ന് പറയുന്നത് കോമൺ ആണ്, പക്ഷെ PCOS എന്ന് പറയുന്നത് 10ൽ 1 സ്ത്രീക്ക് വരുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഇത് PCOD നിന്ന് PCOSിലേക്ക് കൺവേർട്ട് ആവാൻ വേണ്ടിയിട്ട് വലിയ ടൈമൊന്നുമില്ല. നമ്മൾ ഈ PCOD വന്ന ആളാണെങ്കിൽ നമ്മൾ കെയർലെസ് ആക്കി വിടുകയാണെങ്കിൽ നമുക്ക് PCOSിലേക്ക് എത്താനും നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഈ PCOD നിന്ന് പൂർണ്ണമായിട്ട് തന്നെ നമുക്കൊരു മോചനം കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, PCOD ഉള്ള സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വെയിറ്റ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാല് നമ്മൾ ഡെയിലി ഒരു 45 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാം. എംപ്റ്റി സ്റ്റൊമക്കിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കാർഡിയോ വർക്കൗട്ട് ചെയ്യാം. അതായത് ഫ്ലോർ വർക്കൗട്ട്, ഫ്രീ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ ഒരു 45 മിനിറ്റ് എങ്കിലും നിങ്ങൾ മാക്സിമം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ PCOD ഉള്ള ആൾക്കാർ അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്, അതേപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഹോർമോൺ ചേഞ്ചസ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക, നമുക്കൊരു നല്ല വെയിറ്റ് ലോസ് ഉണ്ടാവാൻ പറ്റുക എന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് വേണ്ടത് ഹൈ ഫൈബർ റിച്ച് ഫുഡാണ്. അതായത് നമ്മളുടെ ഫുഡിൽ നല്ല ഫൈബർ റിച്ച് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊണ്ടുവരിക. ഈ ഫൈബർ റിച്ച് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് അമിതവണ്ണം ഉണ്ടാവുന്നത് എങ്ങനെയാ? നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ അളവ് കൂടുമ്പോഴാണ്. അപ്പൊ ഈ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റെബിലൈസ് ചെയ്ത് പോകണമെങ്കിൽ ഫൈബർ റിച്ച് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം. അത് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഹോൾ ഗ്രെയിൻസ് നമുക്ക് എടുക്കാം. അതായത് ബ്രൗൺ റൈസ്, അതേപോലെ തന്നെ വീറ്റ് ബ്രെഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും ഷോപ്പിൽ പോയിട്ട് വീറ്റ് ബ്രെഡ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിൽ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വീറ്റ് ബ്രെഡ് ആണ് എല്ലാവരും സാധാരണയായിട്ട് ഉപയോഗിക്കല്. അതല്ല നമുക്ക് വേണ്ടത്. ഡയബറ്റിക് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള വീറ്റ് ബ്രെഡ് ഉണ്ട്, നിങ്ങൾ അത് തന്നെ ചോദിച്ചു വാങ്ങാം. പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട്, ബ്രൊക്കോളി, കോളിഫ്ലവർ, സ്പിനാച്ച്, ഇങ്ങനത്തെ വെജിറ്റബിൾസും കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ആഡ് ചെയ്യാം. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ഫാറ്റ് ആണ്. ഹെൽത്തി ഫാറ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അവക്കാഡോ നല്ല രീതിയിലുള്ള ഹെൽത്തി ഫാറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നട്ട്സിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വാൾനട്ടും ആൽമണ്ടും ആണ്. പിന്നെ നിങ്ങൾ ഇനി ഒരു വെജിറ്റേറിയൻ ആണോ, നിങ്ങൾ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് കൂടുതലായിട്ട് നിങ്ങളുടെ ഫുഡിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം എന്താണെന്നറിയോ, ഈ നട്ട്സും ഈ ചിയ സീഡും ഫ്ലാക്സ് സീഡും എന്നൊക്കെ പറയുന്നത് മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള നല്ല ഫാറ്റുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ ഹോർമോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റെബിലൈസ് ചെയ്യാം. പിന്നെ നമുക്കറിയാം, നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പ്രോട്ടീൻസ് ആവശ്യമാണ്. പ്രോട്ടീൻസ് എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യണം. കാരണം വെയിറ്റ് ലോസിന് വരുന്ന ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ വിശപ്പ്. അപ്പൊ സാധാരണ ഒരാള് എടുക്കുന്ന പ്രോട്ടീൻസ് അല്ല PCOD ഉള്ള ആൾക്കാർ എടുക്കേണ്ടത്. അവർ ലീൻ പ്രോട്ടീൻസ് ആണ് എടുക്കേണ്ടത്. ലീൻ പ്രോട്ടീൻസ് മെയിൻ ആയിട്ട് ഫിഷ്, അതേപോലെ തന്നെ ടോഫു നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സ്കിൻലെസ് ആയിട്ടുള്ള ചിക്കന്, ആ ചിക്കൻ തന്നെ നിങ്ങൾ നാടൻ കോഴി ഉണ്ടല്ലോ, ഇങ്ങനത്തെ നാടൻ കോഴിയിൽ ബോൺലെസ് ആയിട്ടുള്ള സ്കിൻലെസ് ആയിട്ടുള്ള പാർട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. പിന്നെ വരുന്നത്
പരിപ്പ് കൊണ്ടുള്ള കറി നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, പരിപ്പ് കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ലീൻ പ്രോട്ടീൻസ് കിട്ടുമ്പോൾ ഇതും നിങ്ങളുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കിയിട്ടൊന്നും നമുക്ക് നമ്മുടെ ഡയറ്റ് പ്ലാനോ കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ആദ്യം തന്നെ വരിക ചോറ് കാര്യങ്ങളാണ്. ചോറല്ല, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാർബ് എടുക്കാം. അതായത് സ്വീറ്റ് പൊട്ടാറ്റോസ്, മണ്ണിന്റെ അടിയിൽ ഉണ്ടാവുന്നതിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് സ്വീറ്റ് പൊട്ടാറ്റോസ്. നിങ്ങൾ കപ്പയൊക്കെ ഒഴിവാക്കുക, സ്വീറ്റ് പൊട്ടാറ്റോസ് കൂടുതലായിട്ട് എടുക്കുക. ഇത് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒന്നാണ്. സ്വീറ്റ് പൊട്ടാറ്റോസിന്റെ കൂടെ തന്നെ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കിനോവ എന്ന് പറയുന്നത്. കിനോവ എന്ന് പറയുന്നത് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള, അതേപോലെ തന്നെ നല്ല കാർബായിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്റ്റീൽ കട്ട് ഓട്സ്, നമ്മളെല്ലാവരും ഓട്സ് യൂസ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. പക്ഷെ എല്ലാവർക്കും എന്ത് ഓട്സ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. നമ്മൾ മെയിൻ ആയിട്ടും വെയിറ്റ് ലോസിലാണെങ്കിൽ നിങ്ങൾ സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ ചോദിച്ചു വാങ്ങുക. അപ്പോൾ മാത്രമേ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാനും നല്ലൊരു കാർബ് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടാനും സഹായിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. PCOD ഉള്ള ആൾക്കാർ കൂടുതലായിട്ടും ചെറീസും ബെറീസും നിങ്ങളുടെ ഫുഡിൽ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ആപ്പിൾ ആഡ് ചെയ്യുക. ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി നിങ്ങൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. സ്പിനാച്ച്, കോളിഫ്ലവർ, ബ്രക്കോളി, ഇതൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാന്നറിയാം, ഓവറായിട്ട് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ വൈറ്റമിൻസും മിനറൽസും നശിപ്പിച്ച് കളയാണ്ട് മാക്സിമം നിങ്ങളിത് സ്റ്റീം ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി കൂടുതലായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും, ബ്രക്കോളി ആണെങ്കിലും ശരി, കോളിഫ്ലവർ ആണെങ്കിലും ശരി, ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടുതലാണ് കേട്ടോ. കാരണം അതിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയതുള്ള കാരണം. നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഡയറി പ്രൊഡക്ട്സ് വേണം. ഇപ്പം നോർമൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് PCOD ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഡയറി പ്രൊഡക്ട്സ് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രീക്ക് യോഗട്ട് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് വരും. പക്ഷെ PCOD ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഹോർമോൺ ചേഞ്ചസ് കൂടുതലായത് കാരണം നമുക്ക് ഇങ്ങനത്തെ ഡയറി പ്രൊഡക്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ എടുക്കേണ്ട ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ആൽമണ്ട് മിൽക്ക്, അതേപോലെ സോയാ മിൽക്ക്, ഇത് രണ്ടും നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം നമുക്കും വൈറ്റമിൻ ഡിയും കാൽഷ്യം ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഈ സോയയും അതേപോലെ തന്നെ ആൽമണ്ട് മിൽക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഹെർബൽ ടീസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഹെർബൽ ടീസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. അതായത് വേറെ ഫ്ലേവറുകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെമണോ ഹണിയോ അങ്ങനത്തെ ഫ്ലേവറുകളൊന്നും ആഡ് ചെയ്യാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീൻ ടീ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ആഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഫുഡിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഡെയിലി 45 മിനിറ്റ് വർക്ക്ഔട്ട് ചെയ്യുക. ഇനി നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ ലെവൽ, അതായത് ഇൻസുലിന്റെ ലെവൽ കൂടുതലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് വേറൊരാള് ഒരു ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് അവരുടെ ശരീരത്തിൽ അഫക്ട് ചെയ്യുന്നതിനേക്കാളും 2 ഇരട്ടി വേഗതയിൽ നിങ്ങളുടെ ബോഡിയിലേക്ക് അത് അഫക്ട് ചെയ്യും. അപ്പൊ അത് കാരണം നിങ്ങൾ മാക്സിമം ജങ്ക് ഫുഡ് ഒഴിവാക്കുക, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ ഐറ്റംസ് ഒഴിവാക്കുക. അതായത് അറിയാലോ, കേക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ബേക്കറി ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക. അതേപോലെ കൊഴുപ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. മാക്സിമം കാർബ് കൺട്രോൾ ചെയ്യാൻ തന്നെ നിങ്ങൾ നോക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഹോർമോൺ ചേഞ്ചസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് കിട്ടുകയുള്ളൂ. നമുക്ക് ഈ സ്ത്രീകളിലെ നല്ലൊരു ബോഡി മാസ് എന്ന് പറയുന്നത് ഏകദേശം 18.5-നും ഒരു 24.5-നും ഇടയിലുള്ളതാണ്. അതൊരു 30-ന്റെ മേലെ അല്ലെങ്കിൽ 30 റേഞ്ചൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ അമിതവണ്ണാവുന്നത്. അപ്പൊ നമുക്ക് അത് വേണ്ട. നല്ലൊരു ബോഡി മാസ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യാം. കാരണം നിങ്ങൾ ഇതിപ്പം കെയർ ചെയ്യാണ്ട് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീണ്ടും ഹോർമോൺ ചേഞ്ചസ് കൂടുതലാവുകയും ചെയ്യും. സ്ട്രെസ് ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ വെയിറ്റ് ഡേ ബൈ ഡേ ഇരട്ടിയില് നിങ്ങൾക്ക് അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. നല്ല ഹെയർ ഫാള് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് പോകാണ്ട് നിങ്ങൾ PCOD-കാരാണെന്നുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ ഫുഡിൽ നിന്നും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നും നിങ്ങൾ മാറ്റിയെടുക്കേണ്ട കുറെ കാര്യങ്ങൾ മാറ്റിയെടുക്കുക. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനിയും വീണ്ടും കാണാം. ബൈ.